ആദ്യം തന്നെ പ്രേക്ഷകരോട് ഒരു ആമുഖ വാക്യം കൂടി പറയട്ടെ. ഈ ചർച്ചയിൽ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി എത്തേണ്ടതാണ്. ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് അവർക്കൊരു ഏകോപകൻ ഉണ്ട്. അവരെ ഞങ്ങൾ വിവരം അറിയിക്കുമ്പോൾ, വിഷയം അറിയിക്കുമ്പോൾ അവർ പാർട്ടിയുടെ പ്രതിനിധിയെ തരികയാണ്. പല രാഷ്ട്രീയ കക്ഷികളും CPIM-ഉം BJP-യും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പറഞ്ഞത്, ഇതൊരു വിഷയമല്ലല്ലോ ഇപ്പോൾ എന്നാണ്. തൂഫാൻ അതിൻ്റെ 75-ാം ദിവസത്തിലേക്ക് ദിവസം പിന്നിടുകയാണ്. മാത്രവുമല്ല, അത് ഇതുവരെ അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം, പിടിച്ചെടുത്ത രാസലഹരിയുടെ, കഞ്ചാവിൻ്റെ ഒക്കെ അളവ് ഒക്കെ മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. തൂഫാൻ ഓണം കഴിയുമ്പോൾ അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കും എന്ന് ഭരണകൂടം അവകാശപ്പെടുന്ന ഒരു സമയവും കൂടിയാണിത്. എന്നിട്ടും അത് രേഖപ്പെടുത്തുന്ന ഒരു ദിവസം, തൂഫാൻ്റെ 75-ാം ദിവസം, അതിലേക്കൊരു പ്രതിനിധിയെ അയക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായില്ല എന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഈ പരിപാടി ഇങ്ങനെ ആരംഭിക്കുന്നത്. റജി, താങ്കൾക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കൾ ഞങ്ങൾ കൊടുത്ത ആമുഖം ഒക്കെ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാസർഗോഡ് കേസ് അതറിയാലോ. 9 ദിവസം മുമ്പ് 3 പേരെ അവിടെ നിന്ന് പിടികൂടി. പുറകെ തന്നെ പെരുമ്പാവൂരിൽ നിന്ന് അവരുടെ കൂട്ടുപ്രതി എന്ന് പറയുന്ന മറ്റൊരാളെ കൂടി പിടികൂടി. ഇതാ 9 ദിവസമായിട്ടും അവരെ പിറ്റേ ദിവസം മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരപേക്ഷ പോലീസ് കൊടുക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു അപേക്ഷ നമ്മുടെ പോലീസ് വലിയ കൊട്ടിഘോഷിച്ച് നടക്കുന്ന ഈ തൂഫാൻ പരിപാടിയിൽ പെടുത്തി അറസ്റ്റ് ചെയ്തിട്ട് പോലും കൊടുത്തില്ല. ആ യാഥാർത്ഥ്യമാണ് ഇന്നത്തെ വാർത്തയായിട്ട്, തൂഫാൻ്റെ വാർത്തയായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. താങ്കളുടെ ഒരു പ്രതികരണം ആദ്യം അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാട്ടെ. ബഹുമാന്യനായ NBC, അങ്ങ് ഒരു സംഭവത്തെയാണ് സൂചിപ്പിച്ചത്, തൂഫാനുമായി ബന്ധപ്പെട്ടത്. അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇന്ന് അങ്ങ് ആദ്യം ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ 75 ദിവസം പൂർത്തീകരിക്കുകയാണ് കേരള സർക്കാർ, പുതിയ കേരള സർക്കാർ. ബഹുമാന്യനായ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേറ്റിട്ട് ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്, ഒരു നടപടി സ്വീകരിക്കുകയാണ്. കേരളത്തിലെ യുവാക്കളെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് മാഫിയയെ, ലഹരി വസ്തുക്കളുടെ വിൽപ്പനക്കാരെ ഈ കേരളത്തിൽ നിന്ന് തൂത്തെറിയും. നമ്മുടെ യുവ മനസ്സുകളെ വിഷലിപ്തമാക്കുന്ന ഇത്തരക്കാരെ സമൂഹത്തിൽ നിന്ന് അകറ്റും, അവരെ തുറുങ്കിലടയ്ക്കും എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഈ നടപടി സ്വീകരിച്ചു. അതിൻ്റെ ഫലമായി ഒരു കേസ് അല്ല ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 9757 പേരെ കേരളത്തിൽ പല ഭാഗങ്ങളിലായി പിടികൂടിയുണ്ടായി. 9047 കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഇത്രയും കേസുകൾ കേരള സർക്കാരിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അങ്ങ് ഒരു കേസിനെ മാത്രമായി വിശകലനം ചെയ്യുന്നതിൽ അതിലെ ഒരു യുക്തിരാഹിത്യമാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ നമ്മുടെ ജനങ്ങളെ ബാധിക്കുന്ന, നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഈ ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുക, അത്തരം ലഹരി വസ്തുക്കൾ കച്ചവടം ചെയ്യുന്ന ആളുകളെ മുഖം നോക്കാതെ അവർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് അവരിലെ തുറുങ്കിലടയ്ക്കാനുള്ള അതിശക്തമായ നടപടിയാണ് കേരള സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു കേസിലേക്ക് മാത്രം മാറ്റാതെ ഈ 9047 കേസ് രജിസ്റ്റർ ചെയ്ത സംഭവത്തെ നമ്മൾ മൊത്തമായി ചർച്ച ചെയ്യുമ്പോൾ ഈ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ശക്തമായ ജനകീയ മുഖത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അക്കാര്യമാണ് നമ്മൾ ഇന്ന് പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ടത്. തീർച്ചയായും അത് താങ്കൾ കൂട്ടിച്ചേർത്തല്ലോ. ചർച്ചയുടെ ഭാഗമായി അത് താങ്കൾ കൂട്ടിച്ചേർത്തതിന് എനിക്ക് നന്ദിയുണ്ട്. എന്തായാലും എൻ്റെ ചോദ്യം, ആ കേസുകളിൽ ഈ 9757 പേരെ പിടിച്ച 9047 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ ഒരു കേസ്, ആ ഒരു കേസ്, ഈ 9047 കേസും എടുത്ത് 1 മണിക്കൂർ ചർച്ചയിൽ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ആ കേസിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊരു കാര്യം വെച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ കേസിൽ 9 ദിവസമായിട്ടും പ്രതികളെ കസ്റ്റഡിയിലെടുത്തില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ അതിന് പറഞ്ഞ മറുപടി എൻ്റെ ചോദ്യവും ജനങ്ങൾക്ക് മുമ്പിലുണ്ട്.